Hello everyone. Today we are going to talk about UART. UART stands for Universal Asynchronous Receiver Transmitter. ഡിവൈസുകൾ തമ്മിൽ അസിൻക്രോണസ് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് UART എന്ന് പറയുന്നത്. ഇതിലെ ഡാറ്റ സീരിയലി ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുക. 1 ബിറ്റ് അറ്റ് എ ടൈം ഓവർ എ സിംഗിൾ വയർ. അങ്ങനെയാണ് UART കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉണ്ടാവുക 2 ഡിവൈസസ് ആണ്, ഒരു ട്രാൻസ്മിറ്ററും അതുപോലെ ഒരു റിസീവറും. ഇതിൽ ട്രാൻസ്മിറ്റർ ഡാറ്റ സെൻഡ് ചെയ്യും, റിസീവർ ഡാറ്റ റിസീവ് ചെയ്യും. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത് വരുന്നത് അസിൻക്രോണസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അസിൻക്രോണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവരൊരു ഷെയർഡ് ക്ലോക്ക് സിഗ്നൽ ഇല്ലാതെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിലൊക്കെ ക്ലോക്ക് സിഗ്നൽസ് ഷെയർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ് ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമത് വരുന്നതാണ് ബോർഡ് റേറ്റ്. അത് വേരിയബിൾ ബോർഡ് റേറ്റ് അല്ല, ഫ്ലെക്സിബിൾ ബോർഡ് റേറ്റ് ആണ് ഇതിൻ്റെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത്. ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഡാറ്റ ട്രാൻസ്മിറ്റഡ്, നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്മിറ്റഡ് പെർ സെക്കൻഡ് ആണ് ഈ ഒരു ബോർഡ് റേറ്റ് എന്ന് പറയുന്നത്. അത് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ വേരിയബിൾ ആണ്. രണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസിലെയും ബോർഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും, ഈ ഒരു വേരിയബിൾ ബോർഡ് റേറ്റ് എന്നുള്ള ഫീച്ചർ ഉള്ളതുകൊണ്ട്. പിന്നെ വരുന്നത് കോൺഫിഗറബിൾ ഡാറ്റ ഫ്രെയിം ഫോർമാറ്റ് ആണ്. ഈ ഒരു ഡാറ്റ ഫ്രെയിമിൽ സ്റ്റാർട്ട് ബിറ്റ്, ഡാറ്റ ബിറ്റ്, ഓപ്ഷണൽ ആയിട്ടുള്ള പാരിറ്റി ബിറ്റ്, സ്റ്റോപ്പ് ബിറ്റ്, ഇത്രയാണ് ഈ ഒരു ഡാറ്റ ഫ്രെയിമിൽ ഉണ്ടാവുക. നോ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ്. മറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ പോലെ ഇതിൽ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അലോസ് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് പ്രീ ഡിഫൈൻഡ് റോൾസ്. ലാസ്റ്റ് വരുന്നത് എറർ ഡിറ്റക്ഷൻ ആണ്. നമുക്ക് ഇതിലൊരു പാരിറ്റി ബിറ്റ്, ഓപ്ഷണൽ പാരിറ്റി ബിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ UARTൻ്റെ കോൺഫിഗറേഷൻ ആണ് പറയുന്നത്. രണ്ട് ഡിവൈസിലെയും ബോർഡ് റേറ്റ് സെയിം ആക്കും ആദ്യം, എന്നിട്ട് ഡാറ്റ ഫ്രെയിം ഫോർമാറ്റ് ചെയ്യും. ഡാറ്റ ഫ്രെയിം എന്ന് പറയുന്നത് ഇവിടെ കാണാൻ കഴിയും, ഒരു സ്റ്റാർട്ട് ബിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 5 to 9 ഡാറ്റ ബിറ്റ് ഉണ്ട്, 0 അല്ലെങ്കിൽ 0 to 1 പാരിറ്റി ബിറ്റ്സ് ഉണ്ട്, 1 or 2 സ്റ്റോപ്പ് ബിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ബിറ്റ് ആണ് ബിഗിനിങ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഡാറ്റ ബിറ്റ് 5 to 9 ഡാറ്റ ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും, ആക്ച്വൽ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന. പിന്നെ എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് പാരിറ്റി ബിറ്റ് യൂസ് ചെയ്യാം, ഓഡ് പാരിറ്റി ആവാം അല്ലെങ്കിൽ ഈവൻ പാരിറ്റി ആവാം. പിന്നെ ഒരു സ്റ്റോപ്പ് ബിറ്റ് ജനറേറ്റ് ചെയ്യും, 1 or more സ്റ്റോപ്പ് ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. എൻഡ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ പെരിഫറൽസ് ഇനീഷ്യലൈസ് ചെയ്യും, ഡാറ്റ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ റിസപ്ഷനും ഇനീഷ്യലൈസ് ചെയ്യും, എറർ ഹാൻഡ്ലിങ്ങും ചെയ്യും. പിന്നെ UARTൻ്റെ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ UART മൈക്രോ കൺട്രോളർ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോ കൺട്രോളേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും UART യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ എംബഡഡ് സിസ്റ്റത്തിൽ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. കമ്പ്യൂട്ടറിൻ്റെ പെരിഫറൽസ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സിംപ്ലിസിറ്റി, ലോ കോസ്റ്റ്, നോ നീഡ് ഫോർ ക്ലോക്ക് സിഗ്നൽ, ഫ്ലെക്സിബിൾ ബോർഡ് റേറ്റ്, എറർ ഡിറ്റക്ഷൻ, അസിൻക്രോണസ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ UARTൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഇതിൻ്റെ ചാലഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ UARTൻ്റെ സിംപ്ലിസിറ്റി, റിലയബിലിറ്റി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ നോയ്സ് ഇൻ്റർഫറൻസ് വരുന്നത് ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എറർ ചെക്കിങ് അതുപോലെ തന്നെ ബഫർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചാലഞ്ചസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ഒരു സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി കഴിയും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് UART കമ്മ്യൂണിക്കേഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.